വെൽക്കം ടു ബുദ്ധ എസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫോ പാർക്കിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 3 സെൻറ്റ് 900 മീറ്റർ സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമോടും കൂടിയ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഈ വീടിൻ്റെ എലിവേഷൻ വന്നിട്ടുള്ളത്. 3.5 മീറ്ററിലധികമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. റോഡിൻ്റെ ഡെഡ് എൻഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പേസ് നമുക്ക് ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്താണ് ഇവിടെ കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. 3.7 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാൻ ഇവിടുത്തെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 17.5 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉള്ളത്. ഇവിടെ വന്നിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ കിഴക്ക് ഭാഗത്താണ് ഉള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 3 അടിയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3 ചെയറോളം ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറായി നൽകിയിരിക്കുന്ന പില്ലറിനും ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോഫി ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്ക് വരുന്നത്. സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഡെക്കർ സ്പേസിൽ സ്പോട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിൻ ഡോറിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഈ ഒരു പാസേജിന് മുകളിലായിട്ടുള്ള സീലിംഗ് വർക്ക് കോഫി ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. പിന്നീട് നമ്മൾ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പാനലിംഗ് വർക്ക് കാണാം. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ അത്യാവശ്യം ഡെക്കർ സ്പേസ് വരുന്നുണ്ട്. ഡെക്കർ സ്പേസിൽ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വാൾ ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള മിറർ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും LEDസിൻ്റെ സ്വിച്ചസുമാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ഈ ഒരു ഡോറ് വന്നിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്.
കൂടാതെ നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഗ്രാനൈറ്റിന്റെ കൗണ്ടർ ടോപ്പാണ് വരുന്നത്. കൂടാതെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർ പ്യൂരിഫയറിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 16 അടിയിലേറെ നീളവും 3 അടിയോളം വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഗ്രിൽ ഡോർ ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ലെക്സസിന്റെ ഡൈവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും എംഎസും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. റൂഫിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് 8 അടിയോളം നീളമുള്ള ഒരു സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് സ്റ്റഡി റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 12.5 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റ് വരുന്നത് സെറയുടെയും ലെക്സസിന്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെയും. സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. സ്കിൻ ഡോർ ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്ഹോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം വരുന്നത്. 10 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് വരാം. ബാൽക്കണിയുടെ ഈ ഒരു സൈഡിലായിട്ടുള്ള വാളിന് ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. 12 അടിയോളം നീളവും 7 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലറും നൽകിയിട്ടുണ്ട്. ഹാൻഡിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ നിന്നാണ് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3.7 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4.6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7.2 കിലോമീറ്റർ, കലൂരേക്ക് 13 കിലോമീറ്റർ, രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് 7.4 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 23 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 3 സെന്റ് 900 ലിക്സ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും വർക്ക് ഏരിയയോടും കൂടിയ ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 74 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.